മനസ്സിൽ മൊത്തം ആളോട് റിവഞ്ച് ആയിരുന്നു. ആളെ എങ്ങനെയും പ്രതികരിക്കണം. നമ്മൾ പിരിഞ്ഞു എങ്കിലും ആളെ കണ്ട ഞാൻ ആളെ അറ്റാക്ക് ചെയ്യും, എനിക്ക് കേസാവും, ഞാൻ വീട്ടിൽ വരും, വീണ്ടും കോടതി പോകും, അവിടെ വെച്ചിട്ട് ഞാൻ ഓളെ എല്ലാവരുടെ മുമ്പിൽ ഞാൻ തല്ലും. എന്റെ വാപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാം ഞാൻ വഴിക്ക് പോവല്ലേ, നാളെ ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാവാത്ത സമയത്ത് നിനക്ക് സപ്പോർട്ടിന് ഒരാളുണ്ടാവില്ല. മൂന്നാമത്തെ വിജയം എന്ന് പറയുന്നത് ഈ ഭൂമി ഇതാണ്, ഇവിടെ സ്വർഗം, മരിച്ചുപോയ ഒന്നുമില്ല. ഈ സ്വർഗം നമ്മൾ ആസ്വദിക്കുക. ഞാൻ അന്ന് വന്നിട്ട് പോയപ്പോഴും ശരിക്കും വീണ്ടും പുതിയൊരു ജന്മം കിട്ടിയ പോലെയാണ് ഞാൻ ഇവിടുന്ന് പോയത്. എന്റെ പേര് സല്ല, ഞാൻ പാലക്കാട് ജില്ലയിലെ യാത്ര സ്വദേശിനിയാണ്. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ, പിന്നെ ബിസിനസ് പരമായിട്ടും ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ നന്നായിട്ട് എഴുതുമായിരുന്നു. അപ്പൊ ഞാൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും എഴുതി കുറെ കാര്യങ്ങൾ ഇടായിരുന്നു. അപ്പൊ എൻ്റെ ഒരു പാർട്ട്ണർ നോഫൽ എന്ന് പറയുന്ന ഒരു പാർട്ട്ണർ എന്നോട് പറഞ്ഞു, നിനക്ക് പറ്റിയൊരു സ്ഥലമുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു 5 മാസം മുമ്പ് പാലക്കാടാണ് ഞാൻ ജനിച്ചു വളർന്നത്. ആ നാട് വിട്ട് ഞാൻ മലപ്പുറത്തിലേക്ക് ബിസിനസ് പരമായിട്ടും ഡിപ്രഷൻ അടിച്ചിട്ട് ഇനി എനിക്ക് ഒരു ഫാമിലി വേണ്ട എന്ന രീതിക്കാണ് ഞാൻ വന്നത്. എന്നോട് നമുക്ക് ഇങ്ങോട്ട് പോകാന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് സ്പിരിച്വൽ ഗാദറിങ് ആണെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു, അതെന്താന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് ആ ഫസ്റ്റത്തെ ദിവസം എനിക്ക് നല്ലൊരു അനുഭവം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ലൈഫ് ഒന്നുമല്ലാണ്ടാക്കി തീർത്ത ഒരു വ്യക്തി, എനിക്ക് പറയാൻ പാടില്ലെങ്കിൽ ഞാൻ പറയാണ്, എന്നും അയാളെ കണ്ട റിയാസിനെ അറിയും, ഞാൻ നാട്ടിലേക്ക് പോകും, ആളെ കണ്ട എൻ്റെ മൈൻഡ് മൊത്തം, മനസ്സിൽ മൊത്തം ആളോട് റിവഞ്ച് ആയിരുന്നു. ആളെ എങ്ങനെയും പ്രതികരിക്കണം, എന്താണ് ആളെ ഇല്ലാണ്ടാക്കണം, ആ രീതിക്ക് നാട്ടിലേക്ക് പോകും, ആളെ കണ്ട പ്രശ്നം ഉണ്ടാക്കും. പക്ഷെ നമ്മൾ പിരിഞ്ഞു എങ്കിലും ആളെ കണ്ട ഞാൻ ആളെ അറ്റാക്ക് ചെയ്യും, എനിക്ക് കേസാവും, ഞാൻ വീട്ടിൽ വരും, വീണ്ടും കോടതി പോകും, അവിടെ വെച്ചിട്ട് ഞാൻ ഓളെ എല്ലാവരുടെ മുമ്പിൽ ഞാൻ തല്ലും, വീണ്ടും വീട്ടിൽ. അപ്പൊ എല്ലാവരും ചോദിക്കും, എന്തിന്റെ ആവശ്യം, നീ പിരിഞ്ഞു കഴിഞ്ഞില്ല എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ഇന്ന് വാശിയും വൈരാഗ്യവുമായിട്ട് നടന്ന് ഞാൻ ഇങ്ങോട്ട് വരികയുണ്ടായി. അപ്പൊ സാറിന്റെ ഒരു സെക്ഷൻ കേട്ടപ്പോ പറഞ്ഞിരുന്നു, ആ സെക്ഷനില് നമ്മളെ കൂടുതൽ വേദനിപ്പിച്ച ഒരു വ്യക്തി, ആ വ്യക്തിയെ നിങ്ങൾ വിട്ട് കളയുക, ആ വ്യക്തിയെ മറന്നു വെക്കുക, പോട്ടെ, ഇനി നമുക്ക് അവരെ വേണ്ട എന്ന് പറഞ്ഞപ്പോ ശരിക്കും എന്റെ മനസ്സിൽ നിന്ന് അത് പോയി. അത് ഇവിടെ വന്ന ശേഷം ഈ കഴിഞ്ഞ 8 വർഷമായിട്ട് ഞാൻ അന്ന് മുതൽ ഞാൻ പിന്നീട് അവനെ സ്നേഹിക്കാൻ തുടങ്ങി. വേണ്ട പോട്ടെ, സാരില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, എന്റെ വാപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെല്ല നീ ആ വഴിക്ക് പോവല്ലേ, നാളെ ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാവാത്ത സമയത്ത് നിനക്ക് സപ്പോർട്ടിന് ഒരാളുണ്ടാവില്ല, നീയും ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ അതേ സ്റ്റേജിലേക്ക് ഞാൻ എത്തിയപ്പോ പറയാനും ഒന്ന് പൊട്ടിക്കരാനും വാപ്പ ഉണ്ടായിരുന്നില്ല. വാപ്പ ഈ ഭൂമി വിട്ടു പോയി. അപ്പോ എനിക്ക് വാപ്പാനോട് സോറി പറയാനും, വാപ്പ എന്നും പറയുന്നു എന്നെ നാണം കെടുത്തിയില്ലേ എന്നും ആ വാക്ക് പറയുന്നു. പക്ഷെ ഞാൻ വാപ്പാനത്ത് സോറി പറയുകയില്ല. കാരണം എന്ന് ഞാൻ വീട്ടിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ നിൽക്കാറ്. ഞാൻ 3ാമത്തെ ആളാണ്, പക്ഷെ ഞാനൊരു മൂത്ത ആളെ പോലെ എല്ലാവരും എന്റെ വാക്കുകളാണ് വീട്ടിൽ കേൾക്കുക. അപ്പോ എന്റെ വാപ്പാനോട് എനിക്ക് സോറി എന്ന് പറഞ്ഞപ്പോഴും വാപ്പ അടുത്ത് വന്നിട്ട് പോട്ടെ സാരില്ല എന്ന് പറഞ്ഞൊരു ഫീൽ എനിക്കുണ്ടായിരുന്നു. പിന്നെ എന്റെ വാപ്പ മരിച്ച ശേഷം ഉമ്മാന്റെ കാര്യങ്ങളൊക്കെ ഞാനാ നോക്കിക്കൊണ്ട് പോണത്. അപ്പൊ ഉമ്മാനോട് ഞാൻ എന്താ പറയാ എന്ന് സ്നേഹത്തോടെ സംസാരിക്കില്ല. കാരണം നമ്മൾ ഒരുപാട് സെന്റിമെന്റ് അടിച്ച ഉമ്മ ഇമോഷണലി ആവും. നമ്മൾ ഇന്ന് സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ നിൽക്കും. അപ്പൊ ഇന്നലെ എനിക്ക് ഉമ്മാനോട്, ഉമ്മ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, ഐ ലവ് യു എന്ന്, അത് ഞാൻ എൻ്റെ മനസ്സിൽ ശരിക്കും ആ ഒരു അനുഭവം എനിക്കുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കുറെ അച്ചീവ്മെന്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതിലേക്ക് ഇപ്പോൾ എത്താൻ പോവുകയാണ്. ഇൻഷാല്ലാ 2026 അവസാനിപ്പിക്കുന്നതിൻ്റെ ഉള്ളിൽ ആ എല്ലാ അച്ചീവ്മെന്റും ഞാൻ നേടിയെടുക്കും, ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. പക്ഷെ ഇതുവരെ ഞാൻ അത് നേടിയതായിട്ട് സ്വപ്നം കണ്ടിട്ടില്ല. എന്നും അത് എത്തിപ്പിടിക്കുക എന്നുള്ള ടെൻഷനിൽ ഞാൻ നടക്കും. പക്ഷെ ഇന്നലെ ഞാൻ അച്ചീവ്മെന്റ്, ആ സ്വപ്നം അത് ശരിക്കും ലൈവായിട്ട് കണ്ടു. എൻ്റെ ആ ഒരു കൊച്ചു വീട്, ഞാൻ എൻ്റെ മോനും അടങ്ങുന്ന ഒരു വീട്, ആ വീട്ടിൽ ഞാൻ ഉദ്ദേശിച്ച ഒരു വണ്ടി, അവിടെ നമ്മൾ ആദരിക്കപ്പെടുന്നതും, പിന്നെ ഒരു 2040 ആകുമ്പോൾ ഒരു 45 വയസ്സാകുമ്പോഴേക്കും ആ ടൈം എന്തായാലും ഞാൻ ഈ ദുനിയാവ് വിട്ടു പോകണമെങ്കിൽ ഏതെങ്കിലും ഒരു സ്ക്രീനിന്റെ മുന്നിൽ തെളിയാതെ ഞാൻ പോവില്ല. അതിന്റെ വാശിയാണ്. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പൊ ഒരാളും എല്ലാവരും എന്തൊക്കെയോ നഷ്ടപ്പെട്ട പോലെ ഇവിടെ ഇരിക്കുകയായിരുന്നു. ആരും കൈയടിക്കുന്നില്ല, ആർക്കും ഉഷാറില്ല. ശരിക്കും നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയത് എനിക്കറിയില്ല. പക്ഷെ നിങ്ങളോട് ഞാൻ പറയണം, നമ്മള് എന്താ പറയാ, കോടാനുകോടി ഇന്ദ്രിയത്തുള്ളികൾക്കിടയിൽ നിന്നും നമ്മൾ ഈ നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ
എന്താണ് നമ്മുടെ ഒന്നാമത്തെ വിജയമാണ് നമ്മുടെ ജീവിതത്തില്. നമ്മുടെ രണ്ടാമത്തെ വിജയം എന്ന് പറയുന്നത് നമ്മൾ ഒരു എന്താ പറയാ കേടുപാടില്ലാതെ നമ്മൾ ജനിക്കുക എന്നതാണ്. അവിടെ നമ്മളെല്ലാവരും വിജയിച്ചു കഴിയുന്ന ആളുകളാണ്. പിന്നെ എന്തിനാണ് എല്ലാവരുടെ മുഖത്ത് ഒരു സന്തോഷമില്ല, ഒരു ഹാപ്പിനെസ് ഇല്ല? ഞാനിപ്പോ എന്റെ അടുത്തിരിക്കുന്നവരോടൊക്കെ ഞങ്ങൾക്ക് കൈയെടുക്കാത്ത എന്താ നിങ്ങൾക്ക് പറ്റിയതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ വിജയം എന്ന് പറയുന്നത് ഈ ഭൂമി ഇതാണ് ഇവിടെ സ്വർഗം. മരിച്ചുപോയ ഒന്നുമില്ല. ഈ സ്വർഗം നമ്മൾ ആസ്വദിക്കുക. എവിടെയൊക്കെ കാണുന്നത് അത് കാണുക. പിന്നെ ആരോടും വാശി വൈരാഗ്യം അത് ഒന്നും ഇല്ലാണ്ടിരിക്കുമ്പോ ഇനി ഇവിടെ നിന്ന് പോകുമ്പോ ഞാൻ അന്ന് വന്നിട്ട് പോയപ്പോഴും ശരിക്കും വീണ്ടും പുതിയൊരു ജന്മം കിട്ടിയ പോലെയാണ് ഞാൻ ഇവിടുന്ന് പോയത്. ശരിക്കും എനിക്കത് അനുഭവം ഉണ്ടായിരുന്നു. ഇന്നും അതേപോലെ തന്നെ ബോഡി മൊത്തം ഒരു റീഫ്രഷ്. നമ്മള് ഭക്ഷണം മാത്രമാണ് മെയിൻ എന്ന് പറഞ്ഞ് നടന്ന ആളാണ് ഞാൻ. പക്ഷെ ഭക്ഷണം മാത്രമേ നമുക്ക് വേണ്ടി നമ്മുടെ ബോഡിക്ക് ആവശ്യമായ നമ്മുടെ അവയവങ്ങൾക്ക് ആവശ്യമായ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് ഞാൻ കിഷോർജിയോട് ഒത്തിരി നന്ദി പറയുന്നുണ്ട്. പിന്നെ എനിക്ക് ഇവിടെ വന്നപ്പോ ഇതാണ് ശരിക്കും എന്റെ കുടുംബം. ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഇവിടെ കാണുന്ന ആളായിരിക്കില്ല ഞാൻ ഇവിടെ നിന്ന് പോയാല്. ഇപ്പൊ ഞാൻ മുഖാന്തരം എല്ലാരും ഹാപ്പി ആവണം, അത് മാത്രമേ എനിക്ക് എപ്പോഴും ഒരു ചിന്തയുള്ളൂ. ഹാപ്പി ഞാൻ കാരണം ഹാപ്പിയിൽ എന്തെങ്കിലും ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിലും സന്തോഷത്തിലും എല്ലാവരും കാണാൻ പറ്റിയതും എല്ലാവർക്കും ഒത്തുകൂടാൻ പറ്റിയ ഒത്തിരി നന്ദി പറയും. താങ്ക് യു സോ മച്ച്.